ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ അന്നമനട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇവിടെ വന്നത് ഷഹനേനെ കാണാനാണ്. ഷഹനയ്ക്ക് പറ്റിയൊരു വരനെ നമുക്ക് കണ്ടെത്തണം. ഷഹനയ്ക്ക് ബുദ്ധിപരമായ ചെറിയ വിഷയങ്ങളാണ്. ഇതാ ഈ കാണുന്നതാണ് കേട്ടോ ഷഹനേൻ്റെ വീട്. നിങ്ങളെല്ലാവരും കൂടെ വേണം. നമുക്ക് എത്രയും പെട്ടെന്ന് ഷഹനേൻ്റെ കല്യാണം നടത്തണം കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. എന്നാൽ ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ ഷഹനേൻ്റെ വീട്. അസ്സലാമു അലൈക്കും. ഇത് ഷഹനാന്റെ ഉപ്പയാണ്. ഉപ്പാന്റെ പേരെന്താ? ജലാല്. ഇത് ഏട്ടത്തിന്റെ ഭർത്താവ് അല്ല? ഇക്കാന്റെ പേര് ഷമീർ. എന്റെ പേര് സുബൈർ. എന്റെ അമ്മായിയുടെ മകളാണ്. ഇത് ഉമ്മയാണ്. പേരെന്താ? നബീസ അല്ലെ? ഇതാണ് കേട്ടാ ഷഹന. ഷഹന, എന്തൊക്കെ വിശേഷങ്ങള്? സുഖല്ലേ? നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലേ? ഇവിടെ ഇരുന്ന ഷഹന. ഷഹനക്ക് ജന്മന ഉള്ളതാണ് ഈ ബുദ്ധിമുട്ട്? ജന്മന തുടങ്ങിയുള്ളൊരു ബുദ്ധിമുട്ടിലാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഒരു വ്യത്യാസം മാതിരി. വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ശാരീരികമായിട്ടോ മാനസികങ്ങളായിട്ടോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. ആള് സാധാരണ പെൺകുട്ടികൾ സംസാരിക്കുന്ന മാതിരി സംസാരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് ഇല്ലേ എന്തിന്റെ? ഈ ബുദ്ധിപര പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ കിട്ടുന്നുണ്ട്. എത്ര വരെയാ ഷഹന പഠിച്ചേ? 10 വരെ. അപ്പൊ 10 അതിനുശേഷം വേറൊന്ന് കോഴ്സിനൊന്നും പോയിരുന്നോ? ആഹാ. എക്സാം വേറെ ആളെ എഴുതി തന്നെയല്ല പരീക്ഷയൊക്കെ? അത് ശരി. ഷഹന പുറത്തേക്കൊക്കെ പോകലുണ്ടോ? അങ്ങനെ പോലില്ല അല്ലേ? അപ്പോ ഷഹനക്ക് ഇപ്പൊ എത്ര വയസ്സാ ഉപ്പായത്? 27 അല്ലേ? നിങ്ങക്ക് എത്ര മക്കളാ? 3 ഒരാൾ മരിച്ചു. അപ്പൊ 2 പെൺകുട്ടികൾ അല്ലേ? ഷഹനന്റെ മൂത്ത ആളെ വിവാഹം ചെയ്ത് നമ്മളിപ്പോ അതെ, മരുവനാണിത്. എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ ചെറിയ കൂലിപ്പണിയായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന. ഇപ്പൊ മഴ ആയതുകൊണ്ട് ഇല്ല. മഴ ആയതുകൊണ്ട് അങ്ങനെ പോണില്ല. എങ്ങനെ? കോഴി ഫാമുകളില് ഈ ഈർച്ചപ്പൊടി പോലത്തെ. നമ്മളെ നാട്ടിൽ ഈർച്ചപ്പൊടി എന്ന് പറയും. അതിന്റെ പരിപാടിയായിരുന്നു അല്ലേ? ശരി. നിങ്ങൾ ആദ്യം ഗൾഫിലായിരുന്നാ? 22 കൊല്ലം ഗൾഫിലായിരുന്നു അല്ലേ? അത് ശരി. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ഷഹനന്റെ കല്യാണം നടത്തണം. അങ്ങനെ വയലന്റ് ആകുന്ന വിഷയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ വാങ്ങിച്ചത് 2007 നമ്മൾ വാങ്ങിക്കണം. ഇതുവരെ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. അങ്ങനെ വയലന്റ് ആയിട്ടോ ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അത് സംസാരിക്കാണ്ട് പൊതുവെ അല്ലേ എന്ത്. പക്ഷെ ആദ്യകാലത്ത് ഇടപഴകി അങ്ങനെ വേറെ പ്രശ്നമില്ല. പുതിയ ഒരാളുകൾ വരുമ്പോ എങ്ങനെയാണ് ഇടപഴകണ്ടേ എന്നുള്ളതിനൊക്കെ ഒരു ഞാനൊക്കെ ആയിട്ട് എന്നെ കാണുമ്പോ നല്ലോണം സംസാരിക്കും. നമ്മളെ നിത്യം കാണുന്നതിന്റെ വലിയ വേറെ വിഷയവും കാര്യങ്ങളൊന്നുമില്ല. പുറത്തുനിന്നൊക്കെ വരുമ്പോ പെട്ടെന്നൊരു അകർച്ച പോലെ, അതൊക്കെ നാണോ ഇതൊക്കെ പോലെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. സ്ഥിരമായിട്ട് ഗുളിക എന്തെങ്കിലും കുടിക്കുന്നുണ്ടോ? മരുന്നും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള വേറെ വിഷയങ്ങളൊന്നും ഇല്ല ഷഹനാക്ക്. ഒന്നുമില്ല. പിന്നെ തീർച്ചയായിട്ടും വരുന്ന ആളുകൾ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇവരുമായിട്ട് ഡയറക്റ്റ് വന്ന് സംസാരിക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ പറയുന്നതിന് നിങ്ങൾക്ക് എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് നമുക്കറിയില്ല. തീർച്ചയായിട്ടും നേരിട്ട് വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ കൗൺസിലിംഗ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പിക്ചർ കിട്ടും. കല്യാണത്തിന് മുമ്പ് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് മാത്രം മുമ്പോട്ട് വരണം. പിന്നെ കല്യാണ ശേഷം അത്ര ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല, വീഡിയോയിൽ അത്രത്തോളം പറഞ്ഞിരുന്നില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊന്നും പറയരുത്. കാരണം നമ്മുടെ ഒരു 10 മിനിറ്റ് വീഡിയോയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിന് ഒരുപാട് പരിമിതികളുണ്ടാവും. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ട് അറിയേണ്ടവർ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രീതിയിലൊക്കെ മുമ്പോട്ട് വരേണ്ടതാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം നിലനിൽക്കേണ്ടതാണ്. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് വിഷയങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഒരാളുടെയും വീഡിയോ ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ആളുകൾ മുമ്പോട്ട് വരിക.
നിക്ക നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ പല സ്ഥലത്തുനിന്നും ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. നിങ്ങൾക്ക് ദൂരം പ്രശ്നം ഉണ്ടോ? ദൂരം നമുക്ക് തൃശ്ശൂർ ജില്ല മുൻഗണന കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എറണാകുളം ജില്ല കൊടുക്കുക. അൽഹംദുലില്ലാ മലപ്പുറം ജില്ല ആയാലും നമുക്ക് കുഴപ്പമില്ല. അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ജില്ലയിലുള്ള ആൾക്കാർ മുമ്പോട്ട് വരിക. അപ്പോൾ അതേപോലെ ഇപ്പൊ 26 വയസ്സ് 27 അപ്പൊ നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ സ്വീകരിക്കാം? നമുക്കൊരു 35 വയസ്സ് വരെയുള്ള ആലോചനകൾ നമുക്ക് സ്വീകരിക്കാം. 35. അപ്പോൾ ആ ഒരു വയസ്സിന്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ ഭാര്യ മരിച്ചതില്ലെങ്കിൽ ഡിവോഴ്സ് ആയ ആൾക്കാരും ഉണ്ടാവും. അങ്ങനെയുള്ള ആലോചന നമ്മൾ സ്വീകരിക്കും. ബാധ്യതകളില്ലാതെ ബാധ്യതകൾ ഇപ്പൊ ഡൈവോഴ്സ് ചെയ്യാതെ വേറെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ടല്ലോ, അത് നമുക്ക് താല്പര്യമില്ല. ബാധ്യതകളില്ലാതെ പള്ളി കമ്മിറ്റിയൊക്കെ അറിഞ്ഞ് ഒരു പേപ്പറായിട്ട് അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് സ്വീകരിക്കാം. അതെ, തീർച്ചയായും. കറക്റ്റ് സ്ഥലം എവിടെയാ? ഇത് തൃശ്ശൂർ ജില്ലയില് അന്നമനട എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അന്നമനട പഞ്ചായത്ത് കൊരട്ടിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരം. ഉപ്പൊക്കെ വേറെന്താ പറയാനുള്ളത്? നമുക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ഒരാളെയാണോ വേണ്ടേ? അങ്ങനെയാ വേണ്ട അല്ലേ? അതെ 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 അതെ, തീർച്ചയായും തീർച്ചയായും. അതെ അതെ, ജസ്റ്റ് വന്ന് പോവാനൊക്കെ പറ്റുള്ളൂ. അതെ, എനിക്ക് വെജിറ്റബിളിന്റെ ഹോൾസെയില് പരിപാടിയാണ്. അത് ശരി. എവിടെയാ? എനിക്ക് അവിടെ മണ്ണത്ത് എന്റെ വീടിന്റെ ഒരുപാട് കടകളുണ്ട് എനിക്ക്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് സാധനം പുതുമൽപ്പെട്ട് എനിക്ക് വലിയ വണ്ടിയുണ്ട്, ഡയറക്റ്റ് പോയി കൊണ്ടുവരും ചരക്ക് ഹോൾസെയിൽ. അപ്പൊ ഒരുപാട് കടക്കാരുണ്ട്. തക്കാളിക്ക് ഇപ്പൊ എത്ര ഹോൾസെയില്? തക്കാളിക്ക് നല്ല റേറ്റ്. വീഡിയോ പറഞ്ഞാ പിന്നെ കടക്കാര് പ്രശ്നമായിരിക്കും. അപ്പൊ നിങ്ങള് കുറച്ച് ബ്ലാക്കിന് കുറച്ച് തക്കാളി നിങ്ങളായിരുന്നു വാങ്ങല്ലേ? അപ്പൊ ഇപ്പാ അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് നല്ലൊരാളെ കണ്ടെത്തണം അല്ലെ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പല ആൾക്കാരും നമ്മളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലേക്കാ. പല മൈൻഡുള്ള ആൾക്കാരായിരിക്കും, എല്ലാവരും നല്ലവരൊന്നും ആയിരിക്കൂല. ഇപ്പൊ നല്ല പോലെ അന്വേഷിക്കുക. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. ഇരു കൂട്ടരും അന്വേഷിച്ച് ചെയ്യാട്ടാ. അതെ. ഷേനക്ക് എന്താ പറയാനുള്ളത്? എങ്ങനെയുള്ള പിയാപ്പിളിനെയാ വേണ്ടേ? പിന്നെന്താ പറയാനുള്ളത്? നോക്കുന്ന ആളില്ലാ? അല്ല, ഓളോളെ മനസ്സങ്ങനെ പറഞ്ഞാണല്ലോ, അതൊന്നും കുഴപ്പമില്ല. അതെല്ലാം ആൾക്കാർക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓളെ സംരക്ഷിക്കുന്ന നല്ലൊരാളെ നമുക്ക് കണ്ടെത്താൻ പറ്റട്ടെ. അതെ, നമ്മൾ ഓരോ സ്ഥലത്തും വന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഇവർക്കൊരു ജീവിതം ഇതാവാൻ വേണ്ടിയിട്ടാണ്. കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി വരുന്ന ഒരാളായിരിക്കണല്ലോ അല്ലേ ഉപ്പ? ഇപ്പൊ വന്നേരം തൊട്ട് ഉപ്പാന്റെ കണ്ണ് നിറഞ്ഞിട്ട് തന്നെയുള്ള ഒരു സങ്കടവും വേണ്ട. ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യും. നല്ലൊരാളെ കണ്ടെത്തി തരും. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാ, ബാക്കി പഠിച്ചവനിക്ക് വിടുക ഇല്ലേ? നമുക്ക് കല്യാണം ഒരു ഹൈറാന്ന് എന്ന് പഠിച്ചവനിക്ക് അറിയാമെങ്കിൽ അത് നടത്തി തരും. ഇല്ലെങ്കിൽ അത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ മാക്സിമം നമ്മൾ ഇതൊരു ശ്രമമാണ്. ഒരുപാട് മോളെ പോലെയുള്ള പല ബുദ്ധിമുട്ടുള്ള പോലെ കല്യാണം ഇല്ല നടക്കലുണ്ട്. നമ്മൾ ശ്രമിച്ചു നോക്കുക. അല്ല, ഹാപ്പി ആയിട്ട് നിൽക്കണം കേട്ടാ. എന്നാ ഇൻഷാ അല്ലാഹ് വേറെ എന്തെങ്കിലും പറയാനുണ്ടാ? ഇൻഷാ അല്ലാഹ് കാര്യങ്ങള് റാഹത്തായിട്ട് നടക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. അതെ, അനുയോജ്യമായ നല്ലൊരു വരൻ, നല്ലൊരു പയ്യൻ ഇവരുടെ ഇതൊക്കെ കണ്ടറിഞ്ഞ് വരാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ തയ്യാറാണ്. അവളെ മാത്രം അവളെ സന്തോഷിപ്പിക്കുക, സ്നേഹിക്കുക. നല്ല ഒരു ചെറിയൊരു തൊഴില്, ഒരു ജോലി വേണമല്ലോ. ചെറിയൊരു തൊഴിലായിട്ട് നടക്കുന്ന ആരായാലും കുഴപ്പമില്ല. അതെ, ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ സ്നേഹിക്കണേന് വൈകല്യം വിഷയമല്ല. സ്നേഹിക്കണേന് പക്ഷെ നമുക്ക് അവളെ നമുക്ക് എന്തെങ്കിലും ഒരു ഇപ്പൊ ചെറിയൊരു വൈകല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തൊഴിൽ എന്തെങ്കിലും ചെയ്യുന്ന ഒരാളാണെങ്കിലും നമുക്ക് ചെറിയ പഠന വൈകല്യം, ചെറിയ ബുദ്ധിമുട്ടുകൾ, ജോലിക്കൊക്കെ പോകുന്ന കുട്ടികളുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരൊന്നും നമുക്ക് സ്വീകരിച്ചൂടെ?
സ്വീകരിക്കാം. അതെ കേട്ടാ. അപ്പൊ അങ്ങനെ അങ്ങ് ജീവിച്ചോളൂ, അവരെ പരസ്പരം മനസ്സിലാക്കി സ്നേഹിക്കുന്ന അല്ലെ. ഒരു ജോലിക്ക് പോയിട്ട് അവളൊക്കെ നോക്കാൻ പറ്റിയ ഒരാളായിരിക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമാണ്. ഇൻഷാ അല്ലാ. നയിക്ക ഇത് മൂത്താപ്പയാണ് അല്ലേ, ജ്യേഷ്ഠാണ്. ഇവിടെ അടുത്താ? അതെ അതെ. നയിക്ക വേറൊന്നും പറയാനില്ലല്ലോ അല്ലേ? എത്രയും പെട്ടെന്നേ അവൾക്ക് ഷാനാക്ക് പറ്റിയൊരു അനുയോജ്യമായ വരൻ വരണം. അതെ അതെ, അതാണ് നമ്മുടെ ദ്വാ. അതെ ഉപ്പാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഷേന പോട്ടെ. അസ്സലാമു അലൈക്കും. നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണട്ടാ. അടുത്ത നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണം റെഡി ആകട്ടെ, സന്തോഷ വാർത്ത അറിയിക്കാൻ പറ്റട്ടല്ലത്. എന്നായിക്കോട്ടിക്കാം. ശരിയാ. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ കുടുംബക്കാരും ഉപ്പയൊക്കെ പറഞ്ഞ നിങ്ങളെല്ലാവരും കേട്ടല്ലോ, എല്ലാവരും നല്ല സപ്പോർട്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നമുക്ക് ഷാനൻ്റെ കല്യാണം നടത്തണം. അപ്പോൾ അവർക്ക് ഇവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പറയത്തക്ക വലിയൊരു ബുദ്ധിമുട്ടൊന്നുമല്ല. ചെറിയ പക്വതക്കുറവും കാര്യങ്ങളൊക്കെയാണ്, വയലൻ്റ് ആവുക അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല, സ്ഥിരമായിട്ട് ഗുളിക കുടിക്കുന്നില്ല എന്നാണ് ഇവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവരെ വിളിച്ചും ഇവിടെ വന്നിട്ടൊക്കെ അന്വേഷിക്കുക. അതേപോലെ തന്നെ ഒരു ഡോക്ടറുടെ കൗൺസിലിംഗ് വേണമെങ്കിൽ അതും നിങ്ങൾ തേടണം കേട്ടോ. നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യുക. അതേപോലെ ഇവരോടും പറഞ്ഞിട്ടുണ്ട് അന്വേഷിച്ചിട്ട് തീരുമാനിക്കാൻ. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഇവർ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റൂ. അപ്പോൾ കാണുന്ന നിങ്ങളും എല്ലാവരും അത് മനസ്സിലാക്കിയിട്ട് നല്ല ബന്ധങ്ങൾ വരട്ടെ. ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് കല്യാണങ്ങൾ ഒരുപാട് വർഷം നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഡിവേഴ്സ് കേസുകൾ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ പത്രവും ന്യൂസൊക്കെ കണ്ട ഡിവേഴ്സും പ്രശ്നങ്ങളേ ഉള്ളൂ. ഡിഫറെൻ്റ് ഏബിൾഡായ മക്കളെയും ഒരുപാട് പേര് വിവാഹം ചെയ്തിട്ട് ഡിവോഴ്സ് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ് മനസ്സിലാക്കാണ്ടുള്ള വിവാഹങ്ങൾ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഒരാളെ മനസ്സിലാക്കി പരിപൂർണമായ ഹാപ്പിയോടുകൂടി പരിപൂർണ സമ്മതത്തോടു കൂടി വരുമ്പോൾ അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത കുറയും. അപ്പോൾ മനസ്സിലാക്കി മാത്രം നിങ്ങൾ മുമ്പോട്ട് വരിക എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. എത്രയും പെട്ടെന്ന് നല്ലൊരാൾ ഷാനയ്ക്ക് കിട്ടട്ടെ. പിന്നെ അതേപോലെ തന്നെ അനാവശ്യമായിട്ട് ഒരാളും ഇതിൽ വിളിക്കരുത്, പരിപൂർണമായിട്ട് സമ്മതമുള്ളവർ മാത്രം വിളിക്കുക, അന്വേഷിച്ചിട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, കൂടുതലായിട്ടൊന്നുമില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.